ഈ വരുന്ന ഒക്ടോബർ 2 മുതൽ സംസ്ഥാനത്തിന് ആകെ മാതൃകയാകാൻ പോകുന്ന ഒരു ബൃഹത് സംരംഭത്തിന് വെങ്ങാനൂർ പഞ്ചായത്തിൽ തുടക്കം കുറിക്കുന്നു. ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് പോലീസും കോടതിയും ആവശ്യമില്ല എന്നതിൻ്റെ ആവിഷ്കാരത്തിനാണ് ഇവിടെ ആരംഭം കുറിക്കുന്നത്. പഞ്ചായത്ത് പരിധിയിലെ തർക്കങ്ങൾ കോടതികളിൽ കയറാതെ പഞ്ചായത്തിൽ തന്നെ പരിഹരിക്കുന്നതിനുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ പഞ്ചായത്ത് സ്ഥിരം അദാലത്ത് സംവിധാനം വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ തയ്യാറായി. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും പഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുക. സിവിലും ക്രിമിനലും ഗാർഹിക പ്രശ്നങ്ങളും അടക്കമുള്ള വിഷയങ്ങൾക്കുള്ള തർക്കങ്ങളാവും അദാലത്തിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുക. ഇത് സംബന്ധിച്ചുള്ള ആദ്യ അദാലത്ത് ഈ വരുന്ന ഒക്ടോബർ 2 നടത്തും. ഇതിന് മുന്നോടിയായി വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡിലുള്ളവർക്ക് അദാലത്തിൽ പരാതി നൽകുന്നതിനുള്ള ലഘുലേഖയും അപേക്ഷാ ഫോറവും വിതരണം ചെയ്യും. കുടുംബശ്രീ പ്രവർത്തകർ വഴിയാവും ഇവ വിതരണം ചെയ്യുക. പഞ്ചായത്ത് ഓഫീസിൽ സ്ഥാപിക്കുന്ന പരാതിപ്പെട്ടിയിൽ അപേക്ഷകൾ ഇടാനുമാവും. എല്ലാ മാസത്തിലെയും ആദ്യ ശനിയാഴ്ചയാണ് അദാലത്ത് നടക്കുക. പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള പരാതികൾ ഉൾപ്പെടെയാണ് അദാലത്തിൽ സ്വീകരിക്കുക. പദ്ധതി വിജയിച്ചാൽ സർക്കാരിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കാൻ ലക്ഷ്യമുണ്ട്. ഒരു പ്രദേശത്തുണ്ടാകുന്ന തർക്കങ്ങൾ മധ്യസ്ഥരുടെ ഇടപെടലിലൂടെ ഒത്തുതീർക്കുന്നതാണ് ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് പ്രകാരം പഞ്ചായത്ത് അദാലത്ത്. പോലീസ്, കോടതി എന്നിവയുടെ ആവശ്യമോ പണച്ചെലവോ പദ്ധതിക്കാരന് വരുത്താത്ത സംവിധാനമാണിത്. കോടതി തീരുമാനത്തിൻ്റെ അതേ നിയമസാധുതയുള്ളതും നീതിയുക്തവുമായ പരിഹാരമാണ് പരാതിക്കാരന് ഇതിലൂടെ ലഭിക്കുന്നതെന്ന് ഗാന്ധി സ്മാരക നിധി ഉപദേശക സമിതി അധ്യക്ഷനും മുൻ ഹൈക്കോടതി ജഡ്ജിയുമായ MR ഹരിഹരൻ നായർ പറഞ്ഞു. ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി ഷംനാഥ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് RS ശ്രീകുമാർ, സെക്രട്ടറി RT ബിജുകുമാർ, ഗാന്ധി സ്മാരക നിധി വൈസ് ചെയർമാൻ G സദാനന്ദൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വിജയൻ നായർ, ജിജി R കൈതറത്തല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS സാജൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ആലോചനാ യോഗത്തിൽ സംസാരിച്ചു. ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമസ്വരാജിൽ പോലീസും കോടതിയും ഒന്നും ആവശ്യമില്ല. ഏത് തർക്കവും മധ്യസ്ഥതയിലൂടെ പറഞ്ഞു തീർക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതി. ലീഗൽ സർവീസ് അതോറിറ്റി നിലവിൽ വന്നതോടെ മധ്യസ്ഥ തീരുമാനത്തിനും കോടതി ഡിക്രിയുടെ അതേ നിയമസാധുത കൈവന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂട്ടിയോജിപ്പിച്ചുള്ള ഒരു സംവിധാനമാണ് പുതിയ പദ്ധതി. അതായത് മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജിലെ മധ്യസ്ഥ തീരുമാനവും അതിന് നിയമസാധുത കൊടുക്കാനുള്ള ലീഗൽ സർവീസ് അതോറിറ്റി നിയമത്തിലെ വകുപ്പുകളും രണ്ടും ചേർത്തിട്ടുള്ളതാണ് പുതിയ പദ്ധതി. വകുപ്പുകളുടെ പ്രവർത്തനം ശരിയായി ലഭിക്കുന്നില്ല, സേവനം കിട്ടുന്നില്ല എന്നുള്ള തരത്തിലുള്ള തർക്കങ്ങളോ ചെറിയ ക്രിമിനൽ കേസുകളോ ഏതുമാകട്ടെ, പഞ്ചായത്ത് ഓഫീസിൽ പുതുതായി സ്ഥാപിക്കുന്ന ഒരു അദാലത്ത് പെട്ടി ഉണ്ടാവും. ആ പെട്ടിയിൽ പരാതി നിക്ഷേപിച്ചാൽ മാത്രം മതിയാവും. യാതൊരു പണച്ചെലവുമില്ല. വെള്ളക്കടലാസിലുള്ള അപേക്ഷാ ഫാറമാണ്. അതിൽ വേറെ കോംപ്ലിക്കേഷനൊന്നുമില്ല. അത് ഒപ്പിടിക്കാനായിട്ട് ഒരു പരസഹായവും ആവശ്യമില്ല. ആ മധ്യസ്ഥ തീരുമാനത്തിന് കോടതി ഡിക്രിയുടെ അതേ നിയമസാധുതയാണ് കൽപ്പിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ കോടതിയിൽ പോകുമ്പോൾ അവസാനം ഒരു വിധിന്യായവും അതിൻ്റെ കൂടെ ഡിക്രി തരുമല്ലോ, ഈ കേസിൽ ഇന്ന വിധത്തിൽ തീർപ്പാകുന്നു. അപ്പം ഇതിന് ഗുണങ്ങൾ പലതാണ്. ഒന്ന്, ഇപ്പോൾ കോടതിയിലൊരു കേസെത്തിയാൽ നമ്മുടെ ഭാഗ്യമോ നിർഭാഗ്യമോ ഒക്കെ അനുസരിച്ച് വർഷങ്ങളോളം അവിടെ കിടക്കും. അത് കഴിഞ്ഞ് പിന്നെ അപ്പീൽ, സെക്കൻഡ് അപ്പീൽ, ഇതെല്ലാം കഴിയുമ്പോൾ ഒരു കൃത്യമായിട്ട് നമുക്കൊരു പരിഹാരം കിട്ടുന്നത് 8-10 വർഷം കഴിഞ്ഞായിരിക്കാം. ചിലപ്പോൾ അത് കഴിഞ്ഞ് നീണ്ടു പോകാം. അപ്പോൾ അത്രയും കാലത്തെ പണച്ചെലവ്, 2 ലക്ഷം രൂപ കിട്ടാനുള്ള ആളൊരു കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും കാലത്തെ കേസ് നടത്തി കഴിയുമ്പോൾ രൂപ എത്രയാവുമെന്നാണ്. ചിലപ്പോൾ നമ്മുടെ ചിലവാക്കുന്ന തുക കിട്ടാനുള്ളതിനെക്കാട്ടും കൂടിപ്പോയി എന്ന് വരുന്ന സാഹചര്യം വരെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ നീണ്ടുപോകാതെ മാസങ്ങൾക്കകം അല്ലെങ്കിൽ ആഴ്ചകൾക്കകം ഒരു പരിഹാരം ഉണ്ടാകുന്ന ഒരു സംവിധാനമാണിത്. അപ്പോൾ പണച്ചെലവില്ല, അപ്പീലും റൂക്ഷമാണെന്നുള്ള പേടി വേണ്ട, പിന്നെ ചോദ്യം ചെയ്യാനൊക്കില്ല. ഇതൊരു സ്ഥിരം സംവിധാനമാണെന്ന് ആളുകൾക്ക് ബോധ്യം വന്നാൽ കുറച്ചുകൂടെ സൗമനസ്യമുള്ള ഒരു ജനതയെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. അതാണ് ഗാന്ധിജിയുടെ വിഭാവനയിലുള്ളത്. ഞാൻ ഗാന്ധി സ്മാരക നിധിയുടെ ഒരു പ്രവർത്തകനാണ്. അവിടുത്തെ അഡ്വൈസറി കമ്മിറ്റിയുടെ ഒരു അംഗമാണ്. അപ്പോൾ ആ നിലയ്ക്ക് എനിക്ക് ഈ കാര്യങ്ങളിൽ കുറച്ച് താല്പര്യമുണ്ട്. അപ്പോൾ എൻ്റെ സ്വപ്ന പദ്ധതി കൂടിയാണിത്. ഇത് കാലക്രമേണ വൻ വിജയമായി മാറുമെന്നാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം. നമസ്കാരം. തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി ഒരു പുതിയ കാഴ്ചപ്പാടുമായി, പുതിയതെന്ന് പറയാൻ കഴിയില്ല, നമുക്ക് നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്,
അത് മൗലികാവകാശങ്ങളാണ്. അതിൽ എല്ലാവർക്കും തുല്യത വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അപ്പോൾ എങ്ങനെയാണ് എല്ലാ മനുഷ്യരെയും നിയമത്തിന് മുമ്പിൽ തുല്യരാക്കി കാണുക? അതിനാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗത്ത് ആർട്ടിക്കിൾ 39A ഫ്രീ ലീഗൽ എയ്ഡ് എന്നൊരു ഭാഗമുള്ളത്. അപ്പോൾ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും ഉള്ളപ്പോൾ തന്നെ പൗരന്മാർക്ക് കടമകളുമുണ്ട്. സമ്പത്തുള്ളവൻ ഏറ്റവും എളുപ്പം നീതി നേടുന്നു എന്ന ഒരു പറച്ചിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. എല്ലാവർക്കും ഏത് സമയത്തും ഈവൻ ഒരു പൈസയും ഇല്ലാതെ തന്നെ നീതി നേടാം എന്നുള്ളതാണ്, ആ കാഴ്ചപ്പാടാണ് 1987 ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ടിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. ലീഗൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ നിലനിൽക്കുന്നത് ലീഗൽ എയ്ഡ്, ലീഗൽ സർവീസ് എന്നിങ്ങനെ 2 രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ വീടുകളിലും അയൽപക്കക്കാരൊക്കെ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആ സമയത്ത് കൃത്യമായി പരിഹരിക്കാതെ വരുന്നത് മൂലം പലപ്പോഴും അതൊരു വലിയ സംഭവമായും ആ സ്ഥലത്ത് ഒരു വലിയ ടെൻഷൻ ഉണ്ടാവുകയും ഒരു ക്രമസമാധാന പ്രശ്നമായി പോലും മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുരഞ്ജനത്തിൻ്റെ പാതയിലൂടെ വലിയ കൂടുതൽ കാലം നിലനിൽക്കാത്ത രീതിയിലുള്ള ഡിസ്പ്യൂട്ടുകൾ എത്രയും വേഗം തീർക്കുക, ഒപ്പം മനസ്സമാധാനം ഉണ്ടാകുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയാണ്, അതായത് ഇപ്പോൾ ലീഗൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്തരം പ്രോഗ്രാം സ്കീംസ് പദ്ധതികളൊക്കെ നടപ്പിൽ വരുത്തുന്നതോടൊപ്പം തന്നെ പുതുതായി ഒരു കംപ്ലൈൻറ്റ് ബോക്സ്, അത് വെറുമൊരു കംപ്ലൈൻ്റ് അല്ല, എന്തും എഴുതിവിടാവുന്ന കംപ്ലൈൻ്റ് അല്ല, സാധാരണഗതിയിൽ മനസ്സിന് പ്രശ്നമായ 2 കൂട്ടർ തമ്മിലുള്ളൊരു ഇഷ്യൂ അത് കൃത്യമായി രേഖപ്പെടുത്തി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ LSGD, അതിൻ്റെ ഭാഗമുള്ള പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻസ്, അതിൻ്റെ സ്ഥാപനങ്ങളിൽ ആ ബോക്സുകളിൽ അവരുടെ പരാതികൾ നിക്ഷേപിക്കുമ്പോൾ അത് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സ്ക്രൂട്ടനി ചെയ്ത് അതിൽ നിന്ന് അതിൻ്റെ എതിർകക്ഷികളെ വിളിച്ചു വരുത്തി അവർക്ക് എന്താണ് അവർ തമ്മിൽ പറഞ്ഞു തീർക്കാവുന്നതാണെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ തന്നെ ആ പരാതി തീർക്കാൻ അവരുടെ മനസ്സിന് നല്ല സന്തോഷം നൽകാനും ശ്രമിക്കുക. അതാണ് ഈ സെറ്റിൽമെൻറ്റ് അഥവാ അനുരഞ്ജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായി ഒരു പൈലറ്റ് മാതൃകയിൽ തിരുവനന്തപുരം ജില്ലയിൽ വെങ്ങാനൂർ പഞ്ചായത്തിൽ ആദ്യമായി ഒരു അദാലത്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ വിവിധ രീതിയിലുള്ള നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഇതിൻ്റെ പുറകെ ഉണ്ട്. ബഹുമാനപ്പെട്ട മുൻ ഹൈക്കോടതി ജഡ്ജിയും നേരത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഓംബുഡ്സ്മാനുമായിരുന്ന ജസ്റ്റിസ് MR ഹരിഹരൻ നായർ സാർ, അതുപോലെ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ ശ്രീകുമാർ, ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ ഭരണസാരഥ്യത്തിൽ ഇരുന്നിട്ടുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരായ ആൾക്കാർ എന്നു വേണ്ട എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഈ പ്രോഗ്രാമുമായി സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. നിങ്ങളുടെ സഹകരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ അത് തീർക്കുന്നതിനായി ആരിൽ നിന്നാണോ നിങ്ങൾക്ക് പരിഹാരം വേണ്ടത് ആ കാര്യം ഒരു നിശ്ചിത ഫോമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നിശ്ചിത ഫോമാറ്റിൽ അത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ പഞ്ചായത്തിലെ കംപ്ലയിൻറ്റ് ബോക്സിലിടുക, അതിനെ സ്ക്രൂട്ടിനി ചെയ്ത് എത്രയും വേഗം നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ നമ്മൾ സാധാരണഗതിയിൽ അതിനോട് പ്രതികരിക്കാറില്ല, ചിലപ്പോൾ വിട്ടുവീഴ്ചയിലൂടെ കടന്നു പോകും. വിട്ടുവീഴ്ചകൾ നല്ലതാണ്, പക്ഷേ എങ്കിലും വലിയൊരു ടെൻഷൻ ഉണ്ടാകുന്ന ഒരു സംഭവത്തെ ഒരു ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾ കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ അതിന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. ഇത് ഏറ്റവും നല്ലൊരു പദ്ധതിയാണ്. അതുകൊണ്ട് കൂട്ടായ ഒരു പ്രവർത്തനമാണ് ആവശ്യം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. DLSA തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒട്ടേറെ മാതൃകകൾ കേരളത്തിനും നമ്മുടെ രാജ്യത്തിനും സംഭാവന ചെയ്തിട്ടുള്ള വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് ഒരു നൂതന പദ്ധതിക്ക് കൂടി തുടക്കം കുറിക്കുകയാണ്. പഞ്ചായത്തിലെ ജനവിഭാഗങ്ങൾക്കിടയിലുള്ള പരാതികളും പ്രശ്നങ്ങളും മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുകയും അതിലൂടെ സമയലാഭവും സാമ്പത്തിക നഷ്ടവും
ഒഴിവാക്കാനും സമയബന്ധിതമായി തീർപ്പുണ്ടാക്കാനും കഴിയുന്ന തരത്തിലാണ് ഒരു അദാലത്ത് ഗ്രാമപഞ്ചായത്ത് ആരംഭിക്കുന്നത്. എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ചയിലാണ് ഈ അദാലത്തിൽ പൊതുജനങ്ങൾക്ക് പരാതികൾ നേരിട്ട് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ അദാലത്തുമായി ബന്ധപ്പെട്ട് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസിൽ സ്ഥാപിച്ചിട്ടുള്ള പരാതി പെട്ടിക്കകത്ത് പരാതികൾ നിർദ്ദേശിക്കാം. അങ്ങനെ ഓരോ മാസവും സമർപ്പിക്കുന്ന പരാതികൾ അതാത് മാസം ആദ്യത്തെ ശനിയാഴ്ചയിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും റിട്ടയർഡ് ജഡ്ജിമാരുടെയും വിവിധ സ്ഥാപന മേധാവികളുടെയും നിയമ വിദഗ്ധരായ ആളുകളുടെയും കൂട്ടായ ശ്രമത്തിലൂടെ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പരിഹരിക്കുന്നതിലൂടെ ആളുകളുടെ ഇടയിൽ സൗഹൃദവും സന്തുഷ്ടമായ ഒരു ജീവിതം രൂപപ്പെടുത്തിയെടുക്കുവാനും അങ്ങനെ ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്ന ഹാപ്പിനെസ് വില്ലേജ് എന്ന സങ്കല്പത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു പടി കൂടിയാണ് ഈ സംവിധാനം. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും അതുപോലെ തന്നെ റിട്ടയർഡ് ജഡ്ജിമാരും ഉൾപ്പെടെയുള്ള ആളുകളുമായി ഇക്കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ മറ്റുള്ളവരും ഉദ്യോഗസ്ഥരും ചർച്ച ചെയ്യുകയും ഇതിനൊരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു നിശ്ചിത ഫാറത്തിൽ അവരുടെ പേരും മേൽവിലാസവും രേഖപ്പെടുത്തി എതിർകക്ഷിയുടെ പേരും മേൽവിലാസവും രേഖപ്പെടുത്തി എന്താണോ അവരുടെ ആവശ്യം അല്ലെങ്കിൽ പ്രശ്നം അത് രേഖപ്പെടുത്തി എന്താണോ ആഗ്രഹിക്കുന്ന പരിഹാരം അതും രേഖപ്പെടുത്തി വേണം പരാതികൾ സമർപ്പിക്കാൻ. അപ്പോൾ ഇത്തരത്തിൽ സമർപ്പിക്കുന്ന പരാതികളാണ് ഈ സ്ഥിരം അദാലത്തിൽ പരിഗണിക്കുന്നതും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുമാണ് പഞ്ചായത്ത് കൂട്ടായ ഒരു പരിശ്രമം നടത്തുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻ ഓംബുഡ്സ്മാനുമായിട്ടുള്ള റിട്ടയർഡ് ജഡ്ജി ശ്രീ MR ഹരിഹരൻ നായരുടെയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറിയായിട്ടുള്ള സബ് ജഡ്ജ് ശ്രീ ഷംനാഥിൻ്റെയും സാന്നിധ്യത്തിൽ കൂടുകയും ജനപ്രതിനിധികളും ഇതുമായി ബന്ധപ്പെട്ട മറ്റുദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും എല്ലാം ചേർന്നാണ് ഈ കാര്യങ്ങൾക്ക് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ സന്ദേശം പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ലഘുലേഖയായി പ്രിൻ്റ് ചെയ്ത് എത്തിക്കും. അത്തരം പ്രവർത്തനങ്ങൾ കുടുംബശ്രീയും റെസിഡൻസ് അസോസിയേഷനുകളുമാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അദാലത്ത് ചില മാസങ്ങൾ നടത്തിയതിന് ശേഷം ഇതൊരു മാതൃകയായി രൂപപ്പെടുത്തി എടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂള് ആരംഭിച്ച ഒരു പഞ്ചായത്താണ്. അതുപോലെ തന്നെ മാതൃകാ പാലിയേറ്റീവ് കെയർ ആരംഭിച്ച പഞ്ചായത്താണ്. ഇത്തരം മാതൃകാ പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയും സർക്കാർ അതെല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ ഒരു സംവിധാനത്തെയും ഈ സ്ഥിരം അദാലത്ത് എന്ന് പറയുന്ന പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും അധികം സമയലാഭവും ധനലാഭവും പെട്ടെന്ന് തീരുമാനങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഈ സ്ഥിരം അദാലത്ത് സംവിധാനം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സർക്കാരിൻ്റെ നിർദ്ദേശത്തോടു കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു മാതൃകാ പദ്ധതിയായി സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.